മൻ അൻസാരി ഇലല്ലാഹ്. എന്റെ വാണിമേൽ പ്രസംഗത്തിൽ ഞാനത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ, അതുപോലെ ഒരുപാട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വെള്ളം കിട്ടാത്ത സമയത്ത് അനുയായികൾ വെള്ളത്തിന് തേടിയപ്പോൾ മുഅ്ജിസത്ത് മുഖേന മൂസാ നബി അലൈഹി സ്വലാം വെള്ളം കൊടുത്തത് ഖുർആനിലുണ്ട്. മഹാന്മാരോട് സഹായം ചോദിക്കണമെന്നും ചോദിക്കാമെന്നും പഠിപ്പിച്ചത് ഖുർആനാണ്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ ദുആയുണ്ട്. അതേ, ആ ദുആ സൂറത്തുൽ ബഖറയുടെ അവസാനം നമുക്ക് കാണാം. ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. അല്ലാഹുവോട് നടത്തുന്ന ദുആയാണ്. അതിലെന്താ പറയുന്നത്? അല്ലാഹുവേ, മറന്നുപോയതിന്റെ പേരിൽ ഞങ്ങളുടെ പേരിൽ നടപടിയെടുക്കരുതേ. ഇതേ അർത്ഥത്തിലുള്ള വാചകം മൂസാ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിനോട് അപേക്ഷിക്കുമ്പോഴും പറയുന്നുണ്ട്. ഇല്ലേ, ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. അങ്ങനെ അമ്പിയാക്കൾ അല്ലാഹുവിനോട് തേടിയിട്ടുണ്ട്. അമ്പിയാക്കൾ മഹാന്മാരോടും തേടിയിട്ടുണ്ട്. ഖുർആൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെയാണ് പഠിപ്പിച്ചത്. എന്നാൽ ഖുർആനും ഹദീസും സ്വീകരിക്കാൻ മൗലവിമാര് തയ്യാറില്ല. മൗലവിമാർക്ക് മുസ്ലിമീങ്ങളെ കാഫിറാക്കണം, മുശ്രിക്കാക്കണം. അതിനുവേണ്ടി അവർ ഖുർആനും സുന്നത്തും വലിച്ചെറിയുകയാണ്. എന്നാ സഹോദരന്മാരെ, എന്നിട്ട് പറയുകയാണ് ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കാണ്. ആയത്തുകൾ അടിക്കടി വെച്ചിട്ട് മൗലവിമാർക്ക് മറുപടി അങ്ങ് കൊടുത്തപ്പോ ഒരു പച്ചക്കള്ളം പറയുന്ന ഒരു കുട്ടി മൗലവി ഉണ്ട്. ആ മൗലവി എറണാകുളം ഭാഗത്ത് പ്രസംഗിക്കുന്ന കുട്ടി മൗലവി ഒരു ചുക്കും മനസ്സിലാവില്ല, ഒരു വിവരവും ഇല്ല. മൗലവി ചങ്ങാതി എന്ത് ചെയ്തറിയോ? ചങ്ങാതിക്ക് ഭയങ്കര തലവേദനയായി. കാരണം ഹജ്ജിനോരൊക്കെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൗലവിനെ കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കും, ഹാജിമാരെല്ലാം മുശ്രിക്കല്ലേ? നിങ്ങൾ മാത്രമല്ലേ മാപ്പിള? നിങ്ങൾ മാത്രമല്ലേ മുസ്ലിം? അപ്പൊ മൂപ്പര് പ്രസംഗം സംഘടിപ്പിച്ച് ആ പ്രസംഗത്തിന് മൂപ്പര് പറയാണ്, മുജാഹിദ് ബാലുശ്ശേരി ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു എന്ന് ഇപ്പം പ്രസംഗിക്കുന്നത്. അയാൾ പ്രസംഗിച്ച ക്ലിപ്പ് എന്റെ അടുത്തുണ്ട്, പക്ഷെ എനിക്ക് കേൾപ്പിക്കാൻ നേരെയില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ മൂപ്പർക്ക് നേരെയില്ല കേൾപ്പിക്കാൻ. ഇതുപോലെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അയാളെ പച്ച കള്ളം പറയുന്നത് കേട്ടോളി. എന്നിട്ട് ഈ ബാലുശ്ശേരി നേരത്തെ കേട്ടില്ലേ, ബാലുശ്ശേരി ഹജ്ജിന് പോകുന്നവരെ പറ്റി മുശ്രിക്കാണ് എന്ന് പറയുന്നത്, അത് ഒന്നായിട്ടൊന്ന് കേട്ടോളി. ഒന്ന് വെച്ചു കൊടുത്താ മോനെ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ട് ആ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മൗലവിമാരൊരു സത്യസന്ധത കണ്ടോ നിങ്ങൾ? ഇനി സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഒരു മൗലവി പറയുന്നത് അബൂജഹൽ ഹാജിയാരാണ്. അത് വെച്ചുകൊടുത്തവനെ الحاجي أبو جهل، الحاجي أبو لهب، الحاجي وليد بن مغيرة. കേട്ടില്ലേ? അൽ ഹാജി അബൂജഹൽ. അപ്പൊ മൂപ്പർ ഹാജി ആരും ഇനി ദ്വാരപ്പിക്കാൻ പോയാ മതി അബൂജഹലിനെ കൊണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, വേറൊരു മൗലവി, അയാള് അബ്ദുസ്സലാം സുല്ലമിന്റെ 6 കൊല്ലത്തെ ശിഷ്യനാണ്. പക്ഷെ ഇപ്പൊ തമ്മിൽ തല്ലാണ് എന്ന് മാത്രം. ആ മൗലവി പറയുന്നു, സിയാറത്തിന് പോകുന്നവരൊക്കെ, സിയാറത്തിന് മദീനത്തേക്ക് പോയാല് മമ്പറത്തേക്ക് പോയാലൊക്കെ ശിർക്ക് സിയാറത്തിന് പോലെ ശിർക്ക്. തൊട്ടപ്പോ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആദ്യം വലിയ കൂഫിന്റെ ജാറത്ത് പോയി, അവിടുന്ന് കുഞ്ഞിപ്പള്ളി പോയി, അവിടുന്ന് കോഴിക്കോട് വടകര പോയി, അവിടുന്ന് കോഴിക്കോട് ഷെയ്ഖിന്റെ പള്ളിയിൽ പോയി, അവിടുന്ന് മമ്പറത്ത് പോയി, അവിടുന്ന് പുത്തമ്പള്ളി പോയി, അവിടുന്ന് പാലക്കാട് മഞ്ഞക്കുളം പോയി, അവിടുന്ന് നാഗൂര് പോയി, ഏറുവാടി പോയി, അപ്രാപ്പാളയം പോയി, അങ്ങനെ അജ്മീറിൽ പോയി. എന്നിട്ട് നേരെ ഇറാഖിൽ പോയിട്ട് കർബലയും അതുപോലെ തന്നെ മൊയ്തീൻ ഷെയ്ഖിന്റെ ജാറൊക്കെ ചുറ്റിട്ട് നേരെ മദീനത്തേക്ക്. അതിന് നമ്മള് ട്രാവൽസ് ഒരു പേരിട്ടാണ് സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. സിയാറത്തും ടൂറും പാക്കേജും ഉണ്ടാവും, ഹജ്ജ് മാത്രം കിട്ടൂല. അതതിന്റെ പ്രത്യേകത. പാക്കേജ് പൈസ കിട്ടും, സിയാറത്ത് നടക്കും, ശിർക്കിൽ നിന്ന് ശിർക്കിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കേട്ടില്ലേ? സിയാറത്ത് കുറെ സിയാറത്ത് ചെയ്താൽ ശിർക്കിന്ന് ശിർക്കിലേക്ക്. സിയാറത്ത് ശിർക്കാണ് ഏത് ഖുർആനിലാണുള്ളത്, ഏത് ഹദീസിലാണുള്ളത്?
മൗലവിമാർക്ക് ഖുർആൻ ഹദീസ് ഒന്നും വേണ്ടല്ലോ, ഇങ്ങനെ പറയന്നല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, കേരളത്തിൽ മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന വലിയ ഒരു സയ്യിദല്ലേ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഈ ഇരിക്കുന്ന സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ജ്യേഷ്ഠത്തിയുടെയും അനുജത്തിയുടെയും ഭർത്താക്കന്മാരാണ്. ബാഫഖി തങ്ങളുടെ മകളെയാണ് രണ്ടാളും വിവാഹം കഴിച്ചത്. നേരത്തെ ഈ സ്റ്റേജിൽ ഇറങ്ങിപ്പോയ ബഹുമാനപ്പെട്ട പാണക്കാട് ആറ്റക്കോയ തങ്ങൾ ശിഹാബ് തങ്ങളുടെ അടുത്ത കുടുംബക്കാരനാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 2-3 ദിവസം മുമ്പ് മംഗലാപുരത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുത്തുകൊണ്ട് നിർമ്മിച്ച പള്ളി ഉദ്ഘാടനത്തിന് ഞങ്ങളുടെ കൂടെ പങ്കെടുത്തിരുന്നു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ആദരിക്കുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് മൗലവിമാര് പറയുന്നു. എന്താ പറയുന്നത് ഞാൻ നോക്കി വായിച്ചു തരാം, കേട്ടോളി. ശിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാര് കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ഡേസ്തങ്ങൾ പേര് എഴുതാൻ ധൈര്യമില്ല. സമസ്തക്കാര് കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ഡേസ്തങ്ങൾ പോലും കുഞ്ഞാലിക്കുട്ടി ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊളുത്താതെ മാറി നിന്നത് വിവാദമായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. ആരാണ് ഈ ദേശങ്ങൾ? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എന്താ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്? ശിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാര് കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേശങ്ങൾ. മുജാഹിദിന്റെ ഇസ്ലാഹി മാസിക ഡിസംബർ 2006. സഹോദരന്മാര് ചിന്തിക്കണം, എല്ലാ സയ്യിദന്മാരും ഇവർക്ക് മുശ്രിക്ക് ശിർക്ക് ചെയ്യുന്നവര്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എത്രയാണ് പറയാനുള്ളത്? സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഒരു സമസ്തയുടെ നേതാവാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയ തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ മെമ്പറായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ മെമ്പറായിരുന്നു. കണ്യത്ത് ഉസ്താദും ഇ.കെ. ഉസ്താദും അതുപോലെ സദഖത്തുൽ മുസ്ലിയാരും അങ്ങനെയുള്ള ആലിമീങ്ങളൊക്കെ സമസ്തയിൽ മെമ്പർമാരായവരാണ്. അണ്ടോട ഉസ്താദ് സമസ്തയിൽ മെമ്പറായിരുന്നു. നമ്മുടെ എത്രയോ ആലിമീങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അവരുടെ എല്ലാം ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, എന്നാൽ നാദാപുരത്ത് വന്ന് പാട്ടുപാടുന്ന മൗലവി പറയുന്നു, സമസ്തയിൽ മെമ്പറാണോ മാനസിക രോഗിയായിരിക്കും. വെച്ചുകൊടുത്ത മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോകുള്ളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോകുള്ളൂ. കേട്ടോ? അപ്പൊ സമസ്തയുടെ എല്ലാ ആലിമീങ്ങളും സയ്യിദന്മാരും മാനസിക രോഗികൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവര് മാനവ മോചനത്തിന് ഇസ്ലാമിന്റെ നീതി എന്ത് നീതിയാന്നറിയോ? ഈ സയ്യിദന്മാരെ മുഴുവനും മുശ്രിക്കാക്കിയാൽ മാനസിക രോഗിയാന്ന നീതിയായി. എന്ത് നീതിയാണിത്? എന്ത് സത്യമാണിത്? എന്ത് മോചനമാണിത്? ഇനി നിങ്ങൾ നോക്ക്. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന എന്തറിയോ? ഇവർ തമ്മിൽ മുശ്രിക്കാക്കുന്നത്. ഇവിടെ പരിപാടി നിർത്തിയ കൂട്ടർ CP ഉമർ സുല്ലമിന്റെ ആൾക്കാരാണ്. CP ഉമർ സുല്ലമി പറയുന്നു, അപ്പുറത്ത് AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ആൾക്കാർ മുശ്രിക്കീങ്ങളായി പോയി, ശിർക്കീയവരായി പോയി. അത് വെച്ചുകൊടുത്ത പോലെ ഇപ്പോൾ ഈ പുതിയ ആധുനിക ഖുറാഫികൾ പറയുന്നത് അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ജിന്ന് രക്ഷപ്പെടുത്താൻ ഉണ്ടാകുമെന്നും ഓരോ അപകടത്തിനും വരുമ്പോൾ ആ ജിന്ന് അവരെ രക്ഷപ്പെടുത്തുമെന്നും അങ്ങനെ ആ ജിന്നിനോട് രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാമെന്നുമാണ് അവർ അതുകൊണ്ട് വരുത്തുന്നത്. ഇത് പണ്ട് ഖുറൈശികൾ ചെയ്ത അതേ ശിർക്കിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഖുറൈശികളുടെ വിശ്വാസം തന്നെ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ രക്ഷിക്കാൻ ഒരു ജിന്നുണ്ട്. ആ ജിന്ന് രക്ഷ തേടുക എന്ന് വേണ്ടത്. അന്നഹൂഖാൻ റിജാലിമിനൽ ഇൻസി യഊന ബി റിജാലിമിനൽ ജിന്നി ഫസാദൂഹും റഹഖ.
ഖുർആനെ പറ്റി പറഞ്ഞതാണ്. മനുഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ ജിന്നിൽപ്പെട്ടവരോട് രക്ഷ തേടുകയും ആ രക്ഷ തേടുമ്പോൾ ഇവർക്ക് ഞങ്ങൾ രക്ഷകന്മാരെ തന്നെ എന്നുള്ള അഹങ്കാരം വർദ്ധിക്കുകയും ചെയ്യും. അതാണ് മക്ക മുശ്രിക്കുകൾ ചെയ്ത ശിർക്കിനെ പറ്റി ഖുർആൻ പറയുന്നത്. പക്ഷെ ആ ശിർക്കിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ ജിന്നും ജിന്ന് രക്ഷപ്പെടുത്തും എന്ന് പറയുന്നു. അതായത് ഇവരെ മറ്റേ ഗ്രൂപ്പ് ഇപ്പൊ പറയുന്നുണ്ട് എന്ത്, ജിന്ന് മനുഷ്യന്മാരെ എല്ലാ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ബദരീങ്ങളെ വിളിച്ചൂടാ, അമ്പിയാക്കളെ വിളിച്ചൂടാ, ജിന്നാണ് ഇപ്പൊ രക്ഷപ്പെടുത്തൽ. ഒരു മൗലവി പറഞ്ഞ് റോഡ് അപകടത്തിൽ നിന്ന് വരെ രക്ഷപ്പെടുത്തുന്ന ആ ജിന്ന്, റോഡ് അപകടത്തിൽ നിന്ന് വരെ രക്ഷപ്പെടുത്തും. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. റോഡ് അപകടത്തിൽ വരെ ജിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് മറ്റേ മൗലവി ഗ്രൂപ്പിലെ മൗലവി. അവരെയാണ് പറഞ്ഞ് ഇപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു, ഒരു സത്യം പറഞ്ഞിട്ടങ്ങള് ഇതുവരെ ഇവരെ പറഞ്ഞ അമ്പിയാക്കളെ ഔലിയാക്കളെയും വിളിച്ചിട്ടാണ് മക്കാ മുശ്രിക്കുകൾ ശിർക്കിയതെന്ന. ഇപ്പൊ രണ്ടായി പിരിഞ്ഞപ്പോ പറഞ്ഞോ ജിന്നിനെ വിളിച്ചിട്ടായിരുന്നു ശൈത്താനെ വിളിച്ചിട്ടാണ് മുശ്രിക്കായത് ഇപ്പം പറയും. മുമ്പ് പറഞ്ഞതോ മക്കാ മുശ്രിക്കുകളെ ശിർക്ക് അമ്പിയാക്കളെ വിളിച്ചതായിരുന്നു എന്നാ. ഇപ്പൊ പറഞ്ഞു ജിന്നിനെ വിളിച്ചതാണ്. വിളിച്ച തൈപ്പി കള്ളി വിളിച്ച തൈപ്പി തമ്മി തെറ്റിയപ്പോ അതൊന്ന് വെച്ചോട്ടാ. കൊടുത്തിട്ട് നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിൻ്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പം റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. ഇത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞ്, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പോൾ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. ഇവർ സമ്മേളനമൊക്കെ കഴിക്കുന്നതിന്റെ മുമ്പേ ആ ജിന്നിന്റെ അഡ്രസ് ഒന്ന് നമ്മുടെ ഗതാഗത വകുപ്പിന്റെ മന്ത്രിക്ക് കൊടുത്തെങ്കിൽ എത്ര ഉപകാരമായി നാട്ടിന്. ആ ജിന്നിന്റെ അഡ്രസ് അങ്ങ് കൊടുത്തൂടെ? അത് നമ്മൾ ചോദിച്ച് പ്രസംഗിച്ച്, ഞാൻ പല സ്ഥലത്തും ഇത് കേൾപ്പിച്ച് പ്രസംഗിച്ച്, കുണ്ടോട്ടിയിലും പല സ്ഥലത്തും പ്രസംഗിച്ച്. അപ്പൊ മൗലവിമാര് പറഞ്ഞ്, ഈ മൗലവി പറഞ്ഞില്ലേ എത്ര അനുഭവം നമുക്കുണ്ട് എന്നാ മൗലവി പറഞ്ഞതേ. എന്നിട്ട് ഇപ്പൊ മൗലവിമാര് പറയുന്നത് അത് അയാളെ കൊണ്ട് ഞങ്ങൾ തീർച്ചിട്ടുണ്ട്. അനുഭവം എങ്ങനെയാ തീർത്തുക? അനുഭവം തീർച്ചാൽ പിന്നെ മക്കളുണ്ടാവുമോ? മൗലവിമാർക്ക് ഒരൊറ്റൊന്നിന് മക്കളുണ്ടാവും. പിന്നെ അനുഭവം തീർത്താൻ പറ്റുമോ? അനുഭവം എന്നല്ലേ അയാൾ പറഞ്ഞത്. ഇതെങ്ങനെ തീർത്തല്? റോഡപകടത്തിൽ ഇവിടുന്ന് തന്നെ ഒരു മുജാഹിദ് മരിച്ചു പോലും. നെയ് ജിന്നിനെ വിളിച്ചുകൂടായിരുന്നോ? എന്നിട്ട് ഇവിടെ നിന്ന് ഇതേ മൗലവി ഇവിടെ വന്നിട്ട് ഒരു മൗലവി ഇവിടുന്ന് പറയാണ്, വയനാട്ടിൽ വന്നിട്ട് ബദരീങ്ങൾക്ക് അവരെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ നമ്മൾ അവരെ വിളിക്കാൻ പോകുന്നത്. മൗലവി ഡോക്ടറെ രക്ഷിക്കാൻ കഴിയുമോ? പിന്നെയാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. ഡോക്ടറുടെ രോഗം മാറ്റാൻ കഴിയുമോ? ഡോക്ടറുടെ ആയുസ് പിടിച്ചെടുക്കാൻ കഴിയുമോ? അവിടെ പിന്നെ ഡോക്ടറെ അടുത്ത് വന്നത്. പറ നിങ്ങൾ മറുപടി. അള്ളാഹു നിശ്ചയിച്ച കാരണം എന്ന നിലക്കാണോ? എങ്കിൽ അള്ളാഹു നിശ്ചയിച്ച കാരണമാണ് മഹാന്മാരും. കണ്ടില്ലേ, യൂസുഫ് നബി അലൈഹിസ്സലാം കുപ്പായം കൊടുത്തയച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ രോഗം മാറിയില്ലേ? ഖുർആനിലില്ലേ? അപ്പോൾ അല്ലാഹു തആല രണ്ട് നിലക്കുള്ള കാരണങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ. ഭൗതികമായ കാരണം, അഭൗതികമായ കാരണം. മരുന്നും മറ്റും ഭൗതിക കാരണമാണ്. വൈജിയത്ത്, കറാമത്ത്, ബർക്കത്ത് അത് അഭൗതികമായ കാരണമാണ്. യുക്തിവാദികൾ ഒന്ന് അംഗീകരിക്കുന്നു, മുജാഹിദും ഒന്ന് അംഗീകരിക്കുന്നു, മുസ്ലിമീങ്ങൾ രണ്ടും അംഗീകരിക്കുന്നു. അവിടെയാ മുസ്ലിമും യുക്തിവാദിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി സഹോദരന്മാര് മനസ്സിലാക്കണം. അപ്പോ നമ്മളെ മുശ്രിക്കാക്കി ഇപ്പോ CPM സുല്ലമി വയനാട്ട് സമ്മേളനം കഴിച്ച കക്ഷികൾ മറ്റേ കക്ഷികളെ മുശ്രിക്കാക്കി. എന്നാ മറ്റേ കക്ഷികൾ ഇങ്ങോട്ട് മുശ്രിക്കാക്കുന്ന കേട്ടോളി. ഇവിടെ സമ്മേളനം കഴിച്ചവര് ശിർക്കും കുഫറുമാണ് മറ്റേ കക്ഷികൾ പറയും. വെച്ചോട്ടാമനെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ശിർക്കും കുഫറും ഇവർ പ്രചരിപ്പിക്കുന്നു എന്ന കാര്യം ജനങ്ങൾ മനസ്സിലാക്കി. അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഇപ്പൊ ജിന്ന് കാസറ്റ് ഇറക്കിയിട്ട് കേന്നമുകാർ ശിർക്കിലേക്ക് എന്താ തെളിവ്? സുല്ലമിന്റെ തൊള്ള. അപ്പോ ഈ AP അബ്ദുൽ ഖാദർ മൗലവിന്റെ കക്ഷികൾ ശിർക്കിലേക്ക് സുല്ലമി പറയുന്നതിന് സുല്ലമിന്റെ തെളിവെന്താണ്? സുല്ലമിന്റെ തൊള്ള. ഞങ്ങൾ ശിർക്ക് ചെയ്തു, ശിഹാബ് തങ്ങൾ ശിർക്ക് ചെയ്തു, അതുപോലെ ഞങ്ങൾ ആലിമീങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തായാലും തെളിവ്? രണ്ടു കൂട്ടരുടെയും തൊള്ള. വേറെ ഖുർആനായിരുന്നോ? ഞങ്ങൾ കാണാത്തൊരു ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? ഞങ്ങളെ ഇമാമിങ്ങൾ കാണാത്തൊരു ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ?
അപ്പൊ നിങ്ങൾക്ക് രണ്ടാളെയും തൊള്ള, ഇപ്പൊ തമ്മിൽ തൊള്ള. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, എല്ലാവരെയും കുറ്റം പറഞ്ഞ് എന്തൊരു നാശമാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, നിങ്ങൾക്ക് കാണാം സഹോദരന്മാരെ, ഇവര് സിയാറത്തിന് പോയ സിർക്കാണ് എന്ന് പറഞ്ഞില്ലേ, എന്നാ അതിന്റെ അപ്പുറം എന്തെല്ലാം പറഞ്ഞു. അതിന്റെ അപ്പുറം നാദാപുരത്ത് വരുന്ന മൗലവി പറഞ്ഞു നബിയുടെ ജാറം കള്ളജാറമാണ്. ഞാനത് പിടിച്ചു, ചോദ്യം ചെയ്തു. ഓരോ രണ്ടാമത്തെ വരെ വന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ രണ്ടും കൂടി വെച്ചങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. എന്റെ മൗലവി എന്റെ പ്രസംഗത്തിന്റെ അപ്പുറം ഇപ്പുറം കട്ടിട്ട് ഇപ്പോഴത്തെ പ്രസംഗത്തിൽ പിന്നെ കേൾപ്പിക്കുന്നു. മുന്നിൽ വന്ന് കേൾപ്പിക്കാൻ തയ്യാറോ ചോദിക്കുമ്പോ മുന്നിൽ വരുന്ന പരിപാടിയില്ല, മുന്നിൽ വരൂല, പിന്നെന്ന് പരിപാടി. ഒന്ന് വെച്ചുകൊടുത്താ മോനെ കള്ളജാറോ എന്ന് പറഞ്ഞ്. രണ്ടാഴ്ച കൊണ്ട് ഞാൻ മദ്യത്ത് പോയപ്പോൾ കണ്ടു. എന്താ കണ്ടത്? അവിടെ എഴുതി വെച്ചിരിക്കും വലിയൊരു ജാറ്, വലിയൊരു ജാറ്, പച്ച പച്ചം ആ രൂപത്തിലുള്ള കുറേ ആചാരങ്ങൾ, അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ഭരത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇടപാട് നടക്കുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. കേൾക്കണോ? ഈ മൗലവി ആലപ്പുഴ പോയി പ്രസംഗിച്ചു, അവിടുന്ന് പറഞ്ഞ് ജാറം പൊളിച്ചു കളയണോ? നാലാമത് വരെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ആലപ്പുഴ എന്ന് പറയുന്നു അത് പൊളിച്ചു കളയണോ, പൊളിച്ചു കളയണോന്ന് മാത്രമല്ല, മൂപ്പര് പരിഹസിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തിന്റെ മേലെ പച്ചപ്പട്ട് കൊണ്ട് പൊതിയുന്നുണ്ട്. അതുകൊണ്ട് മൂപ്പര് ചോദിക്കുന്നത്, ജാറം മൂടുന്നതിനെ സംബന്ധിച്ച് മൂപ്പര് ചോദിക്കാണ്, തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കാനാ പതക്കുന്നേ, തങ്ങൾ പാപ്പാനെ കൊതുകടിക്കാതിരിക്കാനാ പതക്കുന്നത്? ഒന്ന് കേട്ടോളി നിങ്ങൾ. എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? എന്തിനാ? കേട്ടില്ലേ? പരിഹസിക്കാൻ. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ, കഅബ ശരീഫിനെ ഖില്ല കൊണ്ട് പുതപ്പിക്കുന്നു. ആ ഖില്ല 200 തൊഴിലാളികൾ ഒരു കൊല്ലം പണിയെടുത്തിട്ടുണ്ടാക്കുന്നതാണ്. 25 കോടി ഉറുപ്പികയോളം അതിന് സൗദിയിൽ ചെലവാണ്. ആ ഖില്ല അതുകൊണ്ട് കഅബ ശരീഫ് മൂടുന്നു. കഅബത്തിന് തണുക്കാതിരിക്കാനാണോ? കഅബത്തെ കൊതുകടിക്കാതിരിക്കാനാണോ? എന്തിനാ മൗലവിമാരെ മൂടുന്നത്? നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ? മുസ്ലിമീങ്ങളല്ലേ? മുസ്ലിമീങ്ങൾ കഅബ മൂടുന്നില്ലേ? കൊതുകടിക്കാതിരിക്കാനാണോ? തണുക്കാതിരിക്കാനാണോ? എന്നാൽ ആ കഅബ ശരീഫിന്റെ ഖില്ല പണിയുന്ന കമ്പനി, ആ കമ്പനിയിൽ നിന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം മൂടുന്ന തുണിയും ഉണ്ടാക്കുന്നത്. അതിന്റെ വാർത്ത നിങ്ങൾ ഏഷ്യാനെറ്റിൽ കേട്ടോളൂ. അതുണ്ടാക്കുന്ന കമ്പനിയും ഉണ്ടാക്കുന്നതും കണ്ടോളൂ. ആദ്യം കഅബയുടെ ഖില്ലയെ കുറിച്ച് ഏഷ്യാനെറ്റിൽ പറയുന്നു, ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മൂടുന്ന തുണിയെ കുറിച്ച് പറയുന്നു. കേട്ടോ? ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്.
മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കാബയെ പുതുപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതുക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. കേട്ടില്ലേ? ഇവര് കബർ മൂടിയാൽ ശിർക്ക് കുഫ്ർ എന്ന് പറയും. ലോക മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായ മദീനയിൽ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം പച്ചപ്പെട്ടുകൊണ്ട് മൂടുന്നു. അതിന്റെ കമ്പനി അടക്കമാണ് ഞാൻ കാണിച്ചത്. ഏഷ്യാനെറ്റ് വാർത്ത. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തിനെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അറിയില്ലേ? അതാ വരുന്ന മൗലവി. ആ മൗലവി ആലപ്പുഴ എന്ന് പറഞ്ഞ് പൊളിച്ചു നീക്കണോ അന്ന് ചോദിച്ചവനെ. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന, പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന. അങ്ങനെ ഇസ്ലാമിൽ ഒരു കൽപ്പന ഉണ്ടോ ജാറം പൊളിക്കണോന്ന് കൽപ്പന ഇല്ല എന്നല്ല, മഹാന്മാർക്ക് ജാറം കെട്ടൽ പുണ്യകർമാണ് എന്ന ഇസ്ലാമിന്റെ കൽപ്പന. കൊണ്ടവനെ ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് നിഹായ തുഫ, 2 കിതാബിലും നിങ്ങൾക്ക് കാണാം. ഇബ്നു ഹജർ തങ്ങളും റംലി ഇമാം റളിയല്ലാഹു അൻഹു പറയും. ഇമാം റംലിയുടെ ഭാഗത്ത് ഞാൻ വായിക്കാം, കേട്ടോളൂ. വസിയ്യത്ത് ചെയ്യുമ്പോ അനുവദനീയമായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താലേ നടപ്പാക്കേണ്ടതുള്ളൂ. തെറ്റായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താൽ നടപ്പാക്കാൻ പാടില്ല. എന്നാൽ തെറ്റല്ലാത്ത കാര്യമെന്ന് പറഞ്ഞതിൽ പുണ്യകർമ്മവും ഉൾപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു കേട്ടോ. വശമില അദമുൽ മഅസിയത്തിൽ ഖുർബത കൈമാറത്തിൽ മസാജിദി വലൗ മിൻ കാഫിരിൻ വഖുബൂരിൽ അംബിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന ലിമാ ഫീ ദാലിക മിൻ ഇഹ്യാഇ സിയാറതി വത്തബറുകി ബിഹാ. പള്ളി പരിപാലിക്കലും അമ്പിയാക്കളുടെയും ആലിമീങ്ങളുടെയും സജ്ജനങ്ങളുടെയും ഖബറുകൾ പരിപാലിക്കലും പുണ്യകർമ്മമാണ്. എന്തുകൊണ്ടാണത് പുണ്യകർമ്മമായത്? ലിമാ ഫീ ദാലിക മിൻ ഇഹ്യാഇ സിയാറതി വത്തബറുകി ബിഹാ. മഹാന്മാരെ ഖബർ പരിപാലിക്കുന്നത് കൊണ്ട് അവിടെ സിയാറത്ത് സജീവമാക്കലും അതുകൊണ്ട് ബറക്കത്തെടുക്കലും ഉണ്ടാകുമെന്നതാണ് കാരണം. എന്താണ് ഈ പരിപാലിക്കൽ കൊണ്ടുള്ള ഉദ്ദേശം? വലഅല്ലൽ മുറാദ ബിഹി, ഖബർ പരിപാലിക്കുക എന്നതിന്റെ ഉദ്ദേശം പള്ളി പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ പള്ളി നിർമ്മാണവും കൂടിയാണ്. അതുപോലെ ഖബർ പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റ് പണ്ഡിതന്മാരുടെയും വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അൻതുബ്നാ അലാ ഖുബൂരിഹിമുൽ ഖിബാബു വൽ ഖനാതുറു. മഹാന്മാരുടെ മക്ബറകളുടെ മേലെ ഖുബ്ബകളും കെട്ടിടങ്ങളും പണിയലാണ് ഖബർ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ. കമാ യുഫ്അലു ഫിൽ മസാഹിദി, മഹാന്മാരെ മക്ബറകളിൽ ചെയ്തു വരുന്നത് പോലെ, ചെയ്യപ്പെടുന്നത് പോലെ ഖുബ്ബ പണിയലും ബിൽഡിംഗ് പണിയലും പുണ്യകർമ്മമാണ്. പക്ഷേ ആ മഹാന്മാർക്കോ അത് പണിയുന്നവർക്കോ ഉടമസ്ഥതയിലുള്ള ഭൂമിയായിരിക്കണം, അനധികൃത ഭൂമിയാകരുത് എന്നും അവിടെ തന്നെ അവരതാ രേഖപ്പെടുത്തുന്നു. ആകയാൽ മഹാന്മാരുടെ മക്ബറക്ക് ഖുബ്ബ പണിയുന്നത് പുണ്യകർമ്മമാണ്. അങ്ങനെയാണ് ഇമാമികളൊക്കെ എഴുതി വെച്ചത്. സഹാബത്തിന്റെ കാലം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അത് ബിൽഡിങ്ങിലാണ്. ഇന്നും അത് കെട്ടിടത്തിന്റെ ഉള്ളിലാണ്. പള്ളിക്ക് മുമ്പ് മിനാരമില്ല, പള്ളിക്ക് മുമ്പ് ഖുബ്ബയില്ല, പിന്നീട് നിർമ്മിച്ചതാണ്. അതുപോലെ കാദാ ഖുബ്ബ മക്ബറകൾക്കും പിന്നീട് നിർമ്മിച്ചതാണ്. പള്ളിക്ക് നിർമ്മിക്കുമ്പോൾ മക്ബറക്കും നിർമ്മിച്ചിട്ടുണ്ട്, പള്ളിക്ക് മിനാരം വെക്കുമ്പോൾ മക്ബറക്കും വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, ഖുബ്ബ മാത്രം പിന്നെ വന്നത് മക്ബറക്ക് മാത്രമല്ല, പള്ളിയുടെ ഖുബ്ബകളും പിന്നെ വന്നതാണ്. അതുപോലെ മക്ബറയുടെ ഖുബ്ബകളും പിന്നെ വന്നതാണ്. പൊളിക്കുകയാണെങ്കിൽ മുജാഹിദ് പള്ളിന്റെ ഖുബ്ബ മുഴുവനും പൊളിക്കണ്ടേ? മുജാഹിദ് പള്ളിന്റെ മിനാരം പൊളിക്കണ്ടേ? എന്തേ അവരത് പൊളിക്കാത്തത്? എന്നാൽ മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാനീ പറഞ്ഞ നിങ്ങൾക്കാർക്കോ തർക്കണ്ടോ? ഞാൻ മുജാഹിദിന്റെ മൗലവിനെ കൊണ്ട് പറയിച്ചു തരാം. ഖുബ്ബക്കെതിരെ മുൻഗാമികൾ ആരും സംസാരിച്ചിട്ടില്ല. അള്ളാന്റെ ദീനിലൊട്ട് അങ്ങനെ ഇല്ലാനും. മഹാന്മാരെ മഖബറിൽ ഖുബ്ബ പണിയാൻ പാടില്ല, ജാറം പണിയാൻ പാടില്ല, അത് ആദ്യമായിട്ട് പഠിപ്പിച്ചത് മുജാഹിദീങ്ങളാണ്. ഇത് മുജാഹിദിന്റെ മൗലവി പറയുന്നത് കേട്ടോളി. അത് പറയുന്നതിന്റെ പുറമെ അയാൾ പറയുന്നുണ്ട്, കേരള നേതൃത്വ മുജാഹിദിന്റെ സൗദിന്റെ ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ മദീനത്ത് പോയിട്ട് പച്ചക്കുബ്ബ ഞങ്ങൾ തകർത്തോളിയും. രണ്ടും കൂടി കേട്ടോളി. വെച്ചോട്ടെ മോനെ.
അവർ കുന്നിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കുകയും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. രണ്ട് കാര്യം അയാൾ പറഞ്ഞു. ഒന്ന്, ജാറം അത് മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും തെറ്റാണെന്നും ആദ്യം പറഞ്ഞ മുജാഹിദീങ്ങളായ ഞങ്ങളാണ്. ഇപ്പൊ ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, ഒരു സ്ഥലത്തുമില്ല. അവരാദ്യം പറഞ്ഞു. അതൊരു സത്യം. രണ്ടാമത് പറഞ്ഞ എന്താണ്? കേരള നേതൃത്വ മുജാഹിദീനും സൗദിന്റെ ഭരണം കിട്ടിയാൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടുക, മൗലവി സ്വർഗത്ത് കടക്കാന്നെല്ലാം പറയും പോലെ. എന്നിട്ട് എന്നാൽ രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന പണി എന്താണ്? മദീനത്ത് പോയിട്ട് കുബ്ബ തകർത്തൊലിയും. ഇന്നുവരെ ഒരു യഹൂദിയും പറഞ്ഞില്ല, നസ്രാനിയും പറഞ്ഞില്ല, ഒരു RSS പോലും പറഞ്ഞില്ല. ഈ മുജാഹിദ് മൗലവിമാർ പറയാൻ മദീനത്ത് പോയിട്ട് കുബ്ബ തകർത്തൊലിയും. രണ്ടാമത്തെ ദിവസം. ഒന്നാമത്തെ ദിവസം എന്താ പണി? കഅബ പൊളിക്കലായിരിക്കും. ഭയങ്കര അങ്ങനത്തെ പണിയല്ലേ ചെയ്യാ മൗലവിമാര് പ്രസംഗിക്കുന്നു. മൗലവി ഞങ്ങളെ നേതാവിന്റെ ഖബറിന്റെ മേലെയുള്ള ഖുബ അത് പൊളിക്കും, തകർക്കും നിങ്ങൾ പറഞ്ഞു അല്ലേ? പറഞ്ഞത് മുതൽക്ക് നിങ്ങൾ തകർന്നില്ലേ? ഒന്ന് ചങ്ങരം കൊടുത്തു, ഒന്ന് വയനാട്ടിലായില്ലേ? തകർന്നില്ലേ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരം പൊളിക്കും, തകർക്കുന്നു. നിങ്ങൾ ദുനിയാവാഹറും തകരില്ലാതെ. ഈ രണ്ട് മുജാഹിദിന്റെയും വലിയ നേതാവാ ഉമർ മൗലവി. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഉമർ മൗലവി പറയുന്നത് മഹാന്മാരെ ജാറങ്ങളെ സംബന്ധിച്ച് ലാനത്തിന്റെ കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറം ലാനത്തിന്റെ കേന്ദ്രമാണ് പോൽ. മഹാന്മാരെ ജാറം ലാനത്തിന്റെ കേന്ദ്രമാണ് പോൽ. കേട്ടോളിങ്ങൾ ഉമർ മൗലവി ഒരൊറ്റ രോമവും നരക്കാൻ ബാക്കിയില്ലാത്ത സമയത്ത് ഇയാള് ശ്വാസം മുട്ടിക്കൊണ്ട് പറയുന്നത് കേട്ടോളി. ഡോക്ടർ ഉസ്മാൻ വളരെ നേരത്തെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ കുറെ ആലോചിച്ചു. അപ്പൊ അത് പറയാൻ തന്നെ വേണം. അതിന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ. എൻ്റെ അത്രയൊന്നും അദ്ദേഹം കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ? ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മാലിക്കുകളാക്കും. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. ലയനത്തിന്റെ കേന്ദ്രമാണ് ജാറങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറം ലയനത്തിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നവന്റെ മരണം എങ്ങനെയാണ് സഹോദരന്മാരെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ജാറത്തിൽ ഇടം കിട്ടാനല്ലേ ചോദിച്ചു വാങ്ങിയത് ബുഖാരിയിലുള്ളത്. ഒരു മഹാനൊരു സ്ഥലത്ത് കിടക്കുമ്പോൾ അവിടെ ലയനത്തിന്റെ കേന്ദ്രമാണോ? എന്നാൽ ചോദിക്കട്ടെ, കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് 77ഓളം നബിമാരെ ഖബറുകൾ ഇല്ലേ? അത് ഇമാം സർക്കശി ഇമാം സാദിഖ് രേഖപ്പെടുത്തിയില്ലേ? അതുപോലെ തന്നെ ഇമാം മുഹിബ്ബുൽ തുബരി തഖല തസ്വീഖ് ഇലാ ബൈത്തുൽ ലത്തീഖ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയില്ലേ? അതാ മിനയിലുള്ള മസ്ജിദുൽ ഖൽഫിന്റെ സമീപത്ത് 70 നബിമാരെ ഖബറുകളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? അത് സിഖത്തായ റിപ്പോർട്ടർമാര് റിപ്പോർട്ട് ചെയ്തതാണെന്ന് ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം നൂറുദ്ദീൻ ഹൈസമി തങ്ങൾ മജ്മഉ സവാഹിറിൽ പറഞ്ഞില്ലേ? ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ? ചോദിക്കട്ടെ, നിലയിലെ മസ്ജിദുൽ ഖൈഫിന്റെ സമീപം 70 നബിമാരെ ഖബറുള്ളത് കൊണ്ട് ലയനത്തിന്റെ കേന്ദ്രമാണോ? കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് 77 അമ്പിയാക്കളെ ഖബറുള്ളത് കൊണ്ട് കഅബയുടെ ചുറ്റുഭാഗം ലയനത്തിന്റെ കേന്ദ്രമാണോ? മൗലവിമാര് സമുദായത്തോട് മറുപടി പറയണം. പോരാ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ?
ഞാനൊരു കിതാബ് ധരിച്ചു പറഞ്ഞപ്പോ അത് പറയുന്നത് ഒരു വർഗമാണ് എന്നാണ് മുജാഹിദിന്റെ നേതാവായ മൗലവി ആലപ്പുഴയിൽ വെച്ച് പറഞ്ഞത്. അവിടെ തന്നെ തവാഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ധാരാളം നബിമാരുടെ ഖബറുണ്ട് പോലും. കഅബത്തിന്റെ ചുറ്റുഭാഗത്തും ഖബറുണ്ട്. മസ്ജിദുൽ ഖൈഫിൽ 70ഓളം നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതി വെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ട് നേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നാൽ ആ മൗലവി പത്രാധിപ സമിതിയിൽ ഒന്നാമത്തെ അംഗമായി പുറത്തിറക്കുന്ന മുജാഹിദിന്റെ ഇസ്ലാഹി മാസിക അതാ ഒക്ടോബർ 2007 അവര് തന്നെ എഴുതിയില്ലേ, ആയിരക്കണക്കിന് പ്രവാചകന്മാരും മഹത്തുക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന, പ്രത്യേകിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹാ, ആദം അലൈഹിസ്സലാം തുടങ്ങിയവരെല്ലാം മറമാടപ്പെട്ട കഅബയുടെ പരിസരത്ത് ജനിച്ചു വളർന്ന് പ്രവാചകനായി പ്രബോധനം നടത്തിയ മുഹമ്മദ് നബി, ആയിരക്കണക്കിന് പ്രവാചകന്മാരും മഹാന്മാരും ഖബറിന്റെ അവരുടെ ഖബറുകൾ അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഅബത്തിന്റെ പരിസരത്തുനിന്ന്. മുജാഹിദേ, നീ തന്നെ എഴുതിയില്ലേ അത് ലാനത്തിന്റെ കേന്ദ്രമാണെന്നാണോ നിങ്ങളുടെ വാദം? ചോദിക്കട്ടെ, ഇസ്ലാമും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? മഹാന്മാരെ മഖ്ബറ ലാനത്തിന്റെ കേന്ദ്രമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഓ മുസ്ലിമീങ്ങളെ, മുജാഹിദിൽ പെട്ടുപോയാൽ ഈമാൻ കിട്ടി മരിക്കുമോ? നിങ്ങൾ ശരിക്കും നെഞ്ഞത്തുകൈ വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. എന്ത് കിട്ടിയിട്ടെന്താ? പക്ഷേ മുജാഹിദിന്റെ കൂടെ കൂടിയാൽ നിന്നെ ചെറ്റപ്പര മാറ്റിയിട്ട് വീട്ടിനോട് വെച്ച് തന്നേക്കും. നിനക്കൊരു പക്ഷേ നിനക്കൊരു വീട് നിർമ്മിച്ചു തന്നേക്കും. നിനക്കൊരു പക്ഷേ മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പണം തന്നേക്കും, പൊന്ന് തന്നേക്കും. നിന്റെ മോൾ 5 ദിവസം വാങ്ങാതെ കെട്ടാൻ തന്നേക്കും. പെട്ടുപോകണ്ട മുസ്ലിമേ, ഇവിടെയുള്ള വീടിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള കൃഷിക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിന് നിലനിൽപ്പില്ല. മനുഷ്യൻ മരിക്കുന്ന ശരീരമാണ്. മരിച്ചതിന് ശേഷമുള്ള വീട് വേണം, മരിച്ചതിന് ശേഷമുള്ള ധാന്യം വേണം, മരിച്ചതിന് ശേഷമുള്ള പഴം വേണം, മരിച്ചതിന് ശേഷമുള്ള ദാമ്പത്യ ജീവിതം വേണം, മരണത്തിന് ശേഷമുള്ള ജീവിതം വേണം. അത് കിട്ടണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരെ ജാറം ലാനത്തിന്റെ കേന്ദ്രമാണെന്ന് പറയുന്ന ഈ മൗലവിമാരെ പിന്നാലെ പോയാൽ ഈമാൻ വിട്ട് മരിക്കുമോ? സ്വർഗത്തിലെത്തുമോ? ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കണ്ടോ ബുഖാരി എന്ന് പറിച്ചു നോക്ക്. യഹൂദികളും ക്രിസ്ത്യാനികളും അമ്പിയാക്കളുടെ മഖ്ബറകൾ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി മാറ്റിയപ്പോൾ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തു. ഒരു നബിക്കും ഒരു വലിയനും സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു മഖ്ബറയിലും സുജൂദ് ചെയ്യാൻ പാടില്ല. എന്നാൽ അത് പറയുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം എന്താ പറഞ്ഞത്? ജാറത്തിന് ലഅനത്തുണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെയോ അമ്പിയാക്കളുടെ മഖ്ബറകൾ സുജൂദ് ചെയ്യുന്ന സ്ഥലം ആക്കിയ യഹൂദികൾ, നസ്രാനികൾ, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്നാ പറഞ്ഞത്. ആ സ്ഥലത്തിന് ലഅനത്തുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതേ സുജൂദ് ചെയ്യുന്നവർക്ക് ലഅനത്തുണ്ട്, സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കിയവർക്ക് ലഅനത്തുണ്ട് എന്നല്ലാതെ മഹാന്മാരെ മഖ്ബറയെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഏറ്റവും വലിയ മുറാദ് ഹാസിലാകാൻ വേണ്ടി നടത്തിയ ഏറ്റവും വലിയ യാത്രയല്ലേ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര. ആ യാത്ര നടത്തുമ്പോഴും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിങ്കിൽ പോയി സിയാറത്ത് ചെയ്തുകൊണ്ടല്ലേ യാത്ര ആകാശത്തേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ഖബറിൽ ചെന്നപ്പോ ഇവര് വിചാരിക്കുമ്പോൾ മരിച്ചവർക്ക് പിന്നെ ഒന്നുമില്ലെന്നല്ലോ. അവിടുന്ന് നമ്മളോട് പറഞ്ഞത് എന്താണ്? അതേ മറർത്തു മൂസാ നബിന്റെ സമീപത്തിലൂടെ ഞാനങ്ങ് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോ മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ജനങ്ങളെ, ആ മൂസാ
നബി അലൈഹിസ്സലാം പിന്നീട് ആകാശ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും 50 നേരത്തെ നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയപ്പോൾ അത് ചുരുക്കിത്തരാൻ ആവശ്യപ്പെടാൻ മൂസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തില്ലേ? നബി തങ്ങളോട് അപേക്ഷിച്ചില്ലേ? അങ്ങനെ 50 നേരത്തെ നിസ്കാരത്തിന് പ്രതിഫലം 5 നേരത്തെ നിസ്കാരം കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഈ ഉമ്മത്തിന് കിട്ടാൻ ആവശ്യമായ ഏറ്റവും വലിയ സഹായം വഫാത്ത് കഴിഞ്ഞിട്ട് 100 കണക്കിന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് ആകാശത്തിൽ ഹാജരായിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈ സമുദായത്തെ സഹായിച്ചില്ലേ? ജനങ്ങളെ പന്തലും കെട്ടിയിട്ട് മുജാഹിദ് കൂടുമ്പോ 50 നേരത്തെ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ? അല്ല 5 നേരത്തെ നിസ്കാരമാണോ? 5 നേരത്തെ നിസ്കാരമാണെങ്കിൽ വഫാത്തായി പോയ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹായമല്ലേ സുന്നതി, സഹായമല്ലേ സലഫി, സഹായമല്ലേ സലാഹി, സഹായമല്ലേ മദനി? നിങ്ങൾ അനുഭവിച്ച 5 നേരം നിസ്കരിച്ചത് നിങ്ങൾക്ക് മരിച്ചവരെ സഹായം പറ്റുമോ? പറ്റൂലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 50 നേരം നിസ്കരിച്ചുകൂടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുക? ചോദിക്കട്ടെ, അതാ മരിച്ചുപോയവർക്കൊന്നും കഴിയില്ലെന്നല്ലേ നിങ്ങൾ വാദിച്ചത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ സഹായം നിഷേധിക്കാൻ കഴിയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സിയാറത്തിൽ നിഷേധിക്കാൻ കഴിയോ? മഹാന്മാരുടെ മഖ്ബറ ലഅനത്തിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞ മുജാഹിദ് ഉമർ പോലെയുടെ അനുയായികൾ പക്ഷം ചേർന്ന് കക്ഷി ചേർന്ന് പിരിഞ്ഞിട്ട് ഇപ്പോഴും ബാക്കിയില്ലേ? അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ചങ്ങരംകുളത്ത് പോയാലും നിങ്ങൾ വയനാട്ടിൽ പോയാലും സുന്നി മക്കൾ വിടുക കേട്ടോ. നിങ്ങൾ സമുദായത്തോട് മറുപടി പറയണം. മുസ്ലിം സമുദായത്തോട് മറുപടി പറയണം. മുസ്ലിം സമുദായത്തിന്റെ നേതാവ് കിടക്കുന്ന സ്ഥലം ലയനത്തിന്റെ കേന്ദ്രമാണല്ലേ? ഇന്നുവരെ ഒരു യഹൂദി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇസ്രായേലികൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഈ മൗലവിമാരല്ലാതെ? സഹോദരന്മാരെ, ഇവർക്കെന്താണ് പറഞ്ഞുകൂടാത്തത്? ഇവർക്കെന്താ പറഞ്ഞുകൂടാത്തത്? വലിയ മൗലവി, മുജാഹിദിന്റെ ഹദീസ് പണ്ഡിതൻ, മൂപ്പരെന്താ പറഞ്ഞത്? ബുഖാരിയിലെ 60 ഹദീസ് ലൈഫാണ്. ബുഖാരിയിലെ 60 ഹദീസ് ലൈഫാണ്. ഇവിടെ വന്ന മൗലവി പറഞ്ഞതാ. ഒന്ന് വെച്ചു കൊടുത്തവനെ. എന്നിട്ട് മൂപ്പര് ചോദിക്കുന്നത് 60 ഹദീസ് ലൈഫാന്നോട് നമ്മളെ മുജാഹിദിന് എന്താ പറ്റിയത്? വെച്ചുകൊടുത്ത ഇതെന്നാ പറഞ്ഞത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിന് പറയില്ലാതെ കൂട്ടരെ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ബുഖാരിയിൽ 60 ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദിയൊക്കെ ഏത് സുന്നത്താ പോയി പോയത്? പണ്ടെന്നെ സുന്നത്ത് എടുക്കലുണ്ട് ഇവര്? പോണെങ്കിൽ എടുക്കുന്നവരല്ലേ? മിമ്പറിലെ കയറുമ്പം വരെ തലമറക്കാണ്ട് ജോർജ് ബുഷിനെ പോലെ കയറുന്ന മനുഷ്യന്മാരല്ലേ? തലമറക്കാണ്ട് പിന്നെ ഇവർക്ക് എന്റെ സുന്നത്ത്? എന്റെ സുന്നത്ത് ഏതാ നഷ്ടപ്പെട്ടു പോയത്? സുന്നത്ത് ഏതാ ഇവർ എടുക്കലും? ഉള്ള സുന്നത്ത് മുഴുവൻ നശിപ്പിക്കല്ലേ ചെയ്തത്? 20 റക്അത്ത് തറാവീഹ് മക്കത്തും മദീനത്തും നിസ്കരിക്കുന്നു. സ്വഹാബത്തിന്റെ കാലം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ നിസ്കരിക്കുന്നു. എന്നിട്ട് അത് 8 തോന്നി കുറച്ചാൽ മതി 11. ആ നിസ്കാരം തന്നെ നഷ്ടപ്പെടുത്തിയവരല്ലേ ഇവര്? എന്നിട്ട് പറയുന്നത് എന്താ? സുന്നത്ത് ഏതാ നഷ്ടപ്പെട്ടത്? ഇവരെന്ത് സുന്നത്താ എടുക്കല്? നമുക്കൊന്ന് കേൾക്കണം. ഇയാളെ ശിഷ്യൻ സക്കരിയ സലാഹി മൂപ്പര് ഇയാളെ എതിർത്തുകൊണ്ട് പ്രസംഗിക്കുന്നു. 60 ഹദീസ് ലൈഫാന്ന് പറഞ്ഞതിനെ എതിർക്കുന്ന ശിഷ്യനെ എതിർക്കുമ്പോ ശിഷ്യൻ എന്താ പറയുന്നറിയോ? ബുഖാരിയിലുള്ളത്, ബുഖാരിയുടെ ആ 2 ചട്ടക്കുള്ളിലുള്ളത് എല്ലാം ശരിയാന്ന് ഞമ്മക്കും ബാധയില്ല. ഇതാ എതിർപ്പ്. വെച്ചുകൊടുത്തവനെ സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ, ഇമാം ബുഖാരി മഅസൂമാണെന്നോ, ആ 2 ചട്ടക്കുള്ളിലുള്ളത് എല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. എങ്ങനെ 2 കൂട്ടരോട് വരാൻ? ബുഖാരിയിലുള്ളത് തള്ളണം എന്നാ ബുഖാരി തള്ളിക്ക് വരും. ബുഖാരി തള്ളുന്നു. നമ്മളെ ആലിമീങ്ങളെ തള്ളാൻ ഇവർ പണ്ടെങ്ങാൻ പറഞ്ഞു ശംസുല്ലമനെ തള്ളണം, താജുല്ലമനെ തള്ളണം, എല്ലാരെയും തള്ളണം. അത് വെച്ചാൽ ചങ്ങാതി പറയുന്നത് ശംസുല്ലമനെ തള്ളണം, താജുല്ലമനെ തള്ളണം എന്ന് പറയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശി ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമായെ തള്ളുക, താജുൽ ഉലമായെ തള്ളുക, ഖമറുൽ ഉലമാമാരെ തള്ളുക. ഷംസും ഖമറും നജുമും താജുകളുമൊക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന ആളെ കണ്ടില്ലേ?
മുസ്ലിയാരെ നരകത്തിലേക്ക് കൊണ്ടുവന്നു. താജുലമ ഉള്ള ആളുകൾ നരകത്തിലേക്ക് കൊണ്ടുവന്നു, സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന ആൾ ഹാജരായിരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ പറ്റി ഉമർ മൗലവി പറഞ്ഞു കാഫിറാണ് പേരെടുത്തിട്ട്. സൽസബീലി 1998 സെപ്റ്റംബർ അയാൾ പറയുന്നു, ഞാൻ പറഞ്ഞു EK ഹസൻ മുസ്ലിയാരുടെ വിശ്വാസ പ്രചരണവും കർമ്മപ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യമായത് അദ്ദേഹം കാഫിറാണ് എന്നായിരുന്നു. അപ്പൊ EK ഹസൻ മുസ്ലിയാർ കാഫിറാണെന്ന് പേരെടുത്തിട്ട് ശംസുല്ലമയെ തള്ളണം, താജുല്ലമയെ തള്ളണം. കൊള്ളേണ്ടതായ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിൽ ലഅനത്താണ് എന്ന് പറഞ്ഞേ ഉമർ മൗലവിനെ. സുബ്ഹാനല്ലാഹ്. EK ഹസൻ മുസ്ലിയാരും EK ഉഗ്ര മുസ്ലിയാരും താജുല്ലമയ്ക്ക് ഇവർക്കൊരു പ്രശ്നമാണോ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് രണ്ട് മുജാഹിദും സംയുക്തമായി പുറത്തിറക്കുന്ന അൽമനാർ 1980 ജൂലൈ മാസം എഴുതി. എന്താ എഴുതിയത്? യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ. വഹദത്തുൽ വജൂദിന്റെ ചെറിയൊരു നിർവചനം മേൽക്കൊടുത്തതിൽ ലഭിക്കും. ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് എഴുതിയതാണ്. സഹോദരന്മാരെ, യാതൊന്നു കാണുവതു നാരായണ പ്രതിമ എന്ന സിദ്ധാന്തക്കാരനായ അവിശ്വാസിയാണെന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇവർ എഴുതിയില്ലേ? ഇവർ രണ്ടു കൂട്ടരും കൂടി പുറത്തിറക്കുന്ന അൽമനാർ